ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ടോപ്പിക് അങ്ങ് പഠിച്ചു തീർക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ LP UP എക്സാമിന് ബയോളജിയിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അങ്ങ് പഠിച്ചു തീർക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം അത് നടക്കുന്നത് നമ്മുടെ ഇലകളിലാണ് അല്ലേ. ഹരിതസസ്യങ്ങളിലെ ഇലകളിലാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന് അറിയാം. എന്താണ് ഈ പ്രകാശ സംശ്ലേഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും H2O വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ഉപയോഗപ്പെടുത്തി എന്തൊക്കെ നിർമ്മിക്കുന്നു? ഗ്ലൂക്കോസ് C6H12O6 ഗ്ലൂക്കോസും അതേപോലെ ഓക്സിജനും നിർമ്മിക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എന്താണ്? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് ഗ്ലൂക്കോസും ഓക്സിജനും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് മനസ്സിലാക്കാം. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഇലകളിലാണ്. ഇലകളിലെ കോശങ്ങളിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. കോശങ്ങളിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോശങ്ങൾ ഒരു പ്രത്യേക കോശാംഗമുണ്ട് അല്ലേ. ഏത് കോശാംഗം? ഹരിതകണം എന്നറിയപ്പെടുന്ന കോശാംഗത്തിലാണ്, അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്ന കോശാംഗത്തിലാണ് ഈ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പം പറഞ്ഞു, പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന കോശാംഗത്തിലാണ്, സെൽ ഓർഗനിലാണ്. ഈ ക്ലോറോപ്ലാസ്റ്റിലേക്ക് കടക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളുണ്ട്. ഇത്തരത്തിൽ നാണയങ്ങൾ അടുക്കി വെച്ച പോലുള്ള ഭാഗമുണ്ട്. കണ്ടോ, നാണയങ്ങൾ അടുക്കി വെച്ച പോലുള്ള ഭാഗമുണ്ട്. ആ നാണയങ്ങൾ അടുക്കി വെച്ച പോലുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാന എന്ന് പറയുന്നത്. എന്താ? ഗ്രാന എന്ന് പറയുന്നത്. നാണയങ്ങൾ അടുക്കി വെച്ച പോലെ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേര് ഗ്രാന എന്നാണ്. ഇനി ഇതിൻ്റെ ഫ്ലൂയിഡ് പാർട്ടുണ്ട്, ദ്രാവക രൂപം. ആ ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ നാണയങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഭാഗം ഗ്രാന എന്നും അതിൻ്റെ ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ സ്ട്രോമ എന്നും വിളിക്കുന്നു. ഈ ഗ്രാനകളെ കണക്ട് ചെയ്ത് കാണുന്ന ഒരു ബ്രിഡ്ജ് പോലൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ ലാമെല്ല എന്ന് പറയും. എന്താ? സ്ട്രോമ ലാമെല്ല എന്ന് പറയും. ക്ലിയർ അല്ലേ? 3 പാർട്ടുകൾ ഏതൊക്കെയാ? ഗ്രാന നാണയങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പാർട്ട്, സ്ട്രോമ ദ്രാവക രൂപം, സ്ട്രോമ ലാമല്ല. 2 സ്ട്രോമകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് സ്ട്രോമ ലാമല്ല. അതേപോലെ ഇത് 2 മെംബ്രെയിനുകളുള്ള അല്ലേ, ഇന്നർ ആൻഡ് ഔട്ടർ 2 മെംബ്രെയിനുകളുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കൊള്ളുക, ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ഒരൊറ്റ ഘട്ടമല്ല, 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് അല്ലേ. 2 ഘട്ടങ്ങളിൽ നമ്മൾ KGF-ന് 2 ഘട്ടമുള്ള പോലെ, ബാഹുബലിക്ക് 2 ഘട്ടമുള്ള പോലെ പ്രകാശ സംശ്ലേഷണം 2 ഘട്ടമുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ലൈറ്റ് ഫേസ് എന്ന് വിളിക്കും, ലൈറ്റ് ഫേസ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഫേസ്. 2 ഘട്ടമായിട്ടാണ് ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഒന്ന് ലൈറ്റ് ഫേസും 2 ഡാർക്ക് ഫേസും. ഈ ലൈറ്റ് ഫേസ് നടക്കുന്നത് നമ്മൾ ഈ LG എന്ന് കേട്ടിട്ടില്ലടാ, LG എന്ന് കേട്ടിട്ടില്ല. LG-യുടെ TV ഉണ്ട്, LG-യുടെ ഫോണുകളുണ്ട്, LG-യുടെ AC ഉണ്ട്. അതായത് ഇങ്ങനെ പഠിച്ചാൽ അത് ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലാണ്. LG അങ്ങനെ കണക്ട് ചെയ്താൽ മതി. LG ലൈറ്റ് ഫേസ് നടക്കുന്ന ഗ്രാന. അപ്പോൾ ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലാണ്. ക്ലിയർ അല്ലേ? ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലും ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലും. ഈ കഴിഞ്ഞ UP എക്സാമിന് ചോദിച്ചതാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ്? ലൈറ്റ് ഫേസ് LG ഗ്രാനയിലാണ് പ്രകാശഘട്ടം നടക്കുന്നത്. ഇനി ഈ ഗ്രാനയിലാണ് പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന പിഗ്മെന്റുകൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ കാണപ്പെടുന്നത്. ഈ ഗ്രാനയിൽ തന്നെയാണ് പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന പിഗ്മെന്റുകൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ കാണപ്പെടുന്നത്. പ്രധാനപ്പെട്ട 4 പിഗ്മെന്റുകൾ ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B, കരോട്ടിൻ, അതേപോലെ സാന്തോഫിൽ. ഏതൊക്കെയാണ്? ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B, കരോട്ടിൻ, സാന്തോഫിൽ എന്നിങ്ങനെ 4 പിഗ്മെന്റുകളാണ്. ഈ പിഗ്മെന്റുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഗ്രാനയിലാണ് അല്ലേ, ഗ്രാനയിലാണ് കാണപ്പെടുന്നത്. ഈ 4 പിഗ്മെന്റുകൾ ഇവയുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകാശത്തെ ആഗിരണം ചെയ്യുക എന്നുള്ളതാണ് ഈ പിഗ്മെന്റുകളുടെ ധർമ്മം. അതിൽ ക്ലോറോഫിൽ എയുടെ ധർമ്മം
ഈ ക്ലോറോഫിൽ എ മാത്രമേ നേരിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. ആര് മാത്രം? ക്ലോറോഫിൽ എ മാത്രമേ നേരിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ക്ലോറോഫിൽ എയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മെയിൻ പിഗ്മെൻറ്റ്. മെയിൻ പിഗ്മെൻറ്റ് അല്ലെങ്കിൽ പ്രധാന വർണ്ണകം എന്ന് പറയും. മെയിൻ പിഗ്മെൻറ്റ് അല്ലെങ്കിൽ പ്രധാന വർണ്ണകം എന്ന് വിളിക്കും. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും പ്രധാന വർണ്ണകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറോഫിൽ എ ആണ്. കാരണം ക്ലോറോഫിൽ എ മാത്രമേ നേരിട്ട് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ക്ലോറോഫിൽ ബി, കെരോട്ടിൻ, സാന്തോഫിൽ അവരെല്ലാവരും പ്രകാശത്തെ ആഗിരണം ചെയ്ത് ആർക്ക് കൈമാറും? ക്ലോറോഫിൽ എക്ക് കൈമാറും. അതുകൊണ്ട് തന്നെ ക്ലോറോഫിൽ ബി, കെരോട്ടിൻ, സാന്തോഫിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സഹായക വർണ്ണകങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെൻറ്റുകൾ. സഹായക വർണ്ണകങ്ങൾ അഥവാ ആക്സസറി പിഗ്മെൻറ്റുകൾ. ക്ലിയർ അല്ലേ? അപ്പോൾ വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഗ്രാനയിലാണ്. പ്രധാനപ്പെട്ട വർണ്ണകങ്ങൾ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെരോട്ടിൻ, സാന്തോഫിൽ. ക്ലോറോഫിൽ എ മെയിൻ പിഗ്മെൻറ്റ്, ക്ലോറോഫിൽ ബി, കെരോട്ടിൻ, സാന്തോഫിൽ സഹായക വർണ്ണങ്ങൾ. കാരണം അവ പ്രകാശം ആഗിരണം ചെയ്ത് ആർക്ക് കൈമാറുന്നു? ക്ലോറോഫിൽ എക്ക് കൈമാറുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളുണ്ട് അല്ലേ? പ്രകാശഘട്ടവുമുണ്ട്, ഇരുണ്ട ഘട്ടവുമുണ്ട്. പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്, ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണെന്നും പറഞ്ഞു. ഇനി ഈ പ്രകാശഘട്ടത്തിൽ എന്തുപയോഗിക്കുന്നു? പ്രകാശം ഉപയോഗിക്കുന്നു. പ്രകാശം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിനെ പ്രകാശഘട്ടം എന്ന് വിളിക്കുന്നത്. ഇനി ഇരുണ്ട ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല? പ്രകാശം ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന് ഇരുണ്ട ഘട്ടം എന്ന് വിളിക്കുന്നത്. ഇനി ഈ പ്രകാശഘട്ടത്തിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലമുണ്ടല്ലോ, വേരുകൾ വലിച്ചെടുക്കുന്ന ജലം, ആ ജലം സ്പ്ലിറ്റ് ചെയ്യും. ജലം സ്പ്ലിറ്റ് ചെയ്ത് എന്തുണ്ടാവും? ഹൈഡ്രജനും ഉണ്ടാവും, അതേപോലെ എന്താവും? ഓക്സിജനും ഉണ്ടാവും അല്ലേ? ഈ ഓക്സിജൻ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഓക്സിജൻ നമ്മുടെ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ഇലയുടെ അടിയിലുള്ള ചെറിയ സുഷിരമാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ വഴി ഈ ഓക്സിജൻ പുറന്തള്ളുന്നു. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ നേരെ സ്ട്രോമയിലേക്ക് വരുന്നു. ആണോ? ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു. ഓക്സിജൻ പുറന്തള്ളുന്നു. ഹൈഡ്രജൻ നേരെ എങ്ങോട്ട് വരുന്നു? സ്ട്രോമയിലേക്ക് വരുന്നു. പിന്നീട് അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് എനർജി ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റ് നോർ ബി ഡിസ്ട്രോയ്, ഒളി കൺവേർട്ട് ഇൻ വൺ ഫോം ടു അനദർ ഫോം. എനർജി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, അതിനൊരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശ ഊർജ്ജത്തെ സസ്യങ്ങൾ എന്ത് ഊർജ്ജമാക്കി മാറ്റുന്നു? രാസോർജ്ജമാക്കി മാറ്റുന്നു അല്ലേ? പ്രകാശ ഊർജ്ജത്തെ സസ്യങ്ങൾ രാസോർജ്ജമാക്കി മാറ്റുകയാണ് ഈ പ്രകാശ സംശ്ലേഷണത്തിൽ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു, അപ്പോൾ പ്രകാശഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ആണ്. പ്രകാശം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു. അതിൽ ഓക്സിജൻ പുറന്തള്ളുന്നു. ഹൈഡ്രജൻ നേരെ സ്ട്രോമയിലേക്ക് വരുന്നു. ഇനി ഇരുണ്ട ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നില്ല? പ്രകാശം ഉപയോഗിക്കുന്നില്ല. നേരത്തെ ഇവിടുന്ന് വന്ന പ്രകാശഘട്ടത്തിൽ നിന്ന് ഹൈഡ്രജൻ അവിടെ ഉണ്ട് അല്ലേ? പ്രകാശഘട്ടത്തിൽ നിന്ന് വന്ന ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ഹൈഡ്രജനും അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുണ്ട ഘട്ടത്തിലാണ്. അത് ഇരുണ്ട ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഫോട്ടോസിന്തസിസിൽ 2 ഘട്ടങ്ങൾ, പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. പ്രകാശഘട്ടം പ്രകാശം ഉപയോഗിക്കുന്നു. അവിടെ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു. ഓക്സിജൻ പുറന്തള്ളുന്നു. ഹൈഡ്രജൻ നേരെ ഇരുണ്ട ഘട്ടത്തിലേക്ക് വരുന്നു. പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ഇവിടെ വന്ന ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഇരുണ്ട ഘട്ടത്തിലാണ്. അപ്പോൾ ജലം വിഘടിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശഘട്ടത്തിലും, അല്ലെങ്കിൽ ഓക്സിജൻ പുറന്തള്ളുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശഘട്ടത്തിലും, ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുണ്ട ഘട്ടത്തിലുമാണ് എന്ന് മനസ്സിലാക്കുക. ഇരുണ്ട ഘട്ടം കണ്ടെത്തിയത് കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ ചക്രം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ആ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ബേസിക് കൺസെപ്റ്റുകൾ. ഇനി കുറച്ച് സയൻറ്റിസ്റ്റുകളുണ്ട്. ജോസഫ് പ്രീസ്ലി, വാൽ നീൽ, അതേപോലെ മെൽവിൻ കാൽവിൻ. ജോസഫ് പ്രീസ്ലി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ ആണ് പുറന്തള്ളുന്നത് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോസഫ് പ്രീസ്ലിയാണ്. അതേപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിന് ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ്റെ ഉറവിടം ജലമാണ് എന്ന് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാൽനീറാണ്.
അതേപോലെ ഇരുണ്ട ഘട്ടത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഡാർക്ക് ഫേസിൻ്റെ വിവിധ ഘട്ടങ്ങൾ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെൽവിൻ കാൽവിനുമാണ് എന്ന് മനസ്സിലാക്കുക. ഡാർക്ക് ഫേസ് ക്ലിയർ അല്ലേ? ജോസഫ് പ്രീസ്ലി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജൻ നിർമ്മിക്കപ്പെടുന്നു എന്ന് കണ്ടെത്തി. ആ ഓക്സിജൻ്റെ ഉറവിടം ജലമാണെന്ന് കണ്ടെത്തിയത് വാൽനീറാണ്. ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിനാണ്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഇനി നോക്കിക്കൊള്ളുക, ഈ ഒരു ഭാഗം കൂടി നോക്കുക. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ഗ്ലൂക്കോസ് ഒരിക്കലും നമ്മുടെ സസ്യങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കില്ല. കാരണം ഗ്ലൂക്കോസ് പെട്ടെന്ന് ജലത്തിൽ ലയിക്കുന്നതുകൊണ്ട് തന്നെ അതിനെ ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കില്ല. അതിനെന്താക്കി മാറ്റും? അന്നജം എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റും. അപ്പോൾ ഒരിക്കലും ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ സസ്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കില്ല. കാരണം ഗ്ലൂക്കോസ് ജലത്തിൽ ലയിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു ഫോമായിട്ടുള്ള അന്നജത്തിലേക്ക് മാറ്റുന്നു. അന്നജം പിന്നീട് സൂക്രോസ് ആകുന്നു. ഈ സൂക്രോസ് ആണ് പറയുന്ന കേട്ടുകൊടുക്കുക, ഈ സൂക്രോസ് ആണ് ഫ്ലോയം വഴി സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നത് അല്ലേ? അതിൽ അന്നജം, പയറുവർഗ്ഗങ്ങൾ അല്ലേ, കിഴങ്ങുവർഗ്ഗങ്ങളിൽ അന്നജമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതേപോലെ പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. കൊഴുപ്പ്, എണ്ണക്കുരുക്കളിൽ കൊഴുപ്പിൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫ്രൂട്ട്, പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസിൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സൂക്രോസ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കരിമ്പാണ്. ക്ലിയർ ആണോ? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഗ്ലൂക്കോസ് ഒരിക്കലും സസ്യങ്ങൾ ആ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കില്ല. കാരണം അത് ജലത്തിൽ ലയിക്കുന്നതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു ഫോമായിട്ടുള്ള അന്നജമാക്കി മാറ്റുന്നു. അന്നജം പിന്നീട് സൂക്രോസ് ആകുന്നു. സൂക്രോസ് ആണ് വിവിധ ഭാഗങ്ങളിൽ ശേഖരിച്ച് വെക്കുന്നത്. അത് അന്നജമായിട്ട് കിഴങ്ങുവർഗ്ഗങ്ങളും പ്രോട്ടീനായിട്ട് പയറുവർഗ്ഗങ്ങളും കൊഴുപ്പായിട്ട് എണ്ണക്കുരുക്കളിലും ഫ്രക്ടോസ് ആയിട്ട് ഫ്രൂട്ട് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളിലും സൂക്രോസ് ആയിട്ട് കരിമ്പ് വർഗ്ഗങ്ങളിലുമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. നമുക്ക് ഇതിലെ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ചോദ്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഹരിത സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിനായി ആവശ്യമായത് എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളവും വെളിച്ചവും, ക്ലോറോഫിൽ മാത്രം. എന്താണ് ഈ പറഞ്ഞവയെല്ലാം വേണം അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വെള്ളവും വെളിച്ചവും വേണം, ക്ലോറോഫിലും വേണം. ഇവയെല്ലാം നമുക്ക് എന്ത് വേണം? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമാണ്. അടുത്തൊരു ചോദ്യം. പ്രകാശ രാസപ്രവർത്തനങ്ങളുടെ നിരക്ക് ഡാഷിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്ത്? pH ആണോ? അല്ല. മർദ്ദമാണോ? അല്ല. അഭികാരത്തിൻ്റെ അളവാണോ? അല്ല. പ്രകാശ തീവ്രതയാണ് അല്ലേ? പ്രകാശ തീവ്രത അനുസരിച്ചാണ് പ്രകാശ സംശ്ലേഷണ നിരക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രകാശ സംശ്ലേഷണ നിരക്ക് കൂടുതൽ ചുവപ്പ് നിറത്തിനും അതേപോലെ ഏറ്റവും കുറവ് മഞ്ഞ നിറത്തിനുമാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സഹായക വർണ്ണകം അല്ലാത്തത് ഏത്? അല്ലേ? ക്ലോറോഫില്ലേ മെയിൻ പിഗ്മെന്റ് അല്ലെങ്കിൽ മേജർ പിഗ്മെന്റ് എന്നറിയപ്പെടുന്നു. മെയിൻ പിഗ്മെന്റ് അല്ലെ? ബാക്കി പറഞ്ഞ ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നിവയെല്ലാം എന്താണ്? സഹായക വർണ്ണകങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ് ആണ്. ഇതിൽ ക്ലോറോഫിൽ എ ആണ് സഹായക വർണ്ണം അല്ലാത്തത്. ബാക്കിയെല്ലാം സഹായക വർണ്ണമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൻ്റെ നിറം കൂടി ഒന്ന് പഠിച്ചു വെച്ചോളുക. ക്ലോറോഫിൽ എയുടെ നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീല കലർന്ന പച്ച നിറമാണ് ക്ലോറോഫിൽ എക്കുള്ളത്. ക്ലോറോഫിൽ ബിയുടെ നിറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ച കലർന്ന മഞ്ഞ നിറമാണ് ക്ലോറോഫിൽ ബിക്കുള്ളത്. ക്യാരറ്റ് ഓറഞ്ച് നിറമാണ്. സാന്തോഫിൽ മഞ്ഞ നിറമാണ് എന്ന് കൂടി മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. യെസ്. നെക്സ്റ്റ്. സസ്യങ്ങൾ ഈ പറയുന്ന പ്രക്രിയയിൽ ഗ്ലൂക്കോസ് തയ്യാറാക്കുന്നു. ഏത് പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഗ്ലൂക്കോസ് തയ്യാറാക്കുന്നത്? ശ്വസനമല്ല, അപചയമല്ല, ധാതുവാകിരണമല്ല, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത്. ബേസിക് ആയിട്ടുള്ള ചോദ്യം. അടുത്തൊരു ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? നോക്കിക്കൊള്ളുക. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങളെന്ന് പറയുന്നുണ്ട്. ആണോ? അല്ല. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ലെന്തി സെൽസ് എന്നാണ്. അപ്പോൾ തെറ്റാണ്. ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമേറ്റ കാണപ്പെടുന്ന ഇലയുടെ അടിഭാഗത്താണ്. കാണ്ഡത്തിൻ്റെ വേരിൻ്റെയും ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ലെന്തി സെല്ലുകളാണ്. ഓക്കെ. അടുത്തത്. പയറുവർഗ്ഗങ്ങളിൽ അന്നജം സംഭരിക്കപ്പെടുന്നത് കൊഴുപ്പിൻ്റെ രൂപത്തിലാണ്. പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ്റെ രൂപത്തിലാണ്. എണ്ണക്കുരുക്കളിലാണ് കൊഴുപ്പ്. അപ്പോൾ ഇത് എന്താണ്? തെറ്റാണ് അല്ലേ? തെറ്റാണ്.
പ്രകാശഘട്ടം നടക്കുന്ന ഗ്രാനയിലാണ് അല്ലേ, പ്രകാശഘട്ടം അല്ലെങ്കിൽ ലൈറ്റ് ഫേസ് നടക്കുന്ന ഗ്രാനയിലാണ് LG, അത് കറക്റ്റാ. രാത്രികാലങ്ങളിൽ സസ്യം പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് എയും ബിയും ആണ്. എയും ബിയും ആണ്. കണ്ടോ, അപ്പോൾ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ടൈപ്പ് ചോദ്യങ്ങളെ നമുക്ക് വരികയുള്ളൂ. നമ്മൾ സയൻസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കൺസെപ്റ്റ് ബേസിലുള്ള പഠനം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. പ്രകാശ സംശ്ലേഷണവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? ഇരുണ്ട ഘട്ടത്തിൽ ATP ഉപയോഗിക്കപ്പെടുന്നു. ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ATP. അപ്പോൾ ഇരുണ്ട ഘട്ടത്തിൽ ATP ഉപയോഗിക്കുന്നു. ജലം, അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇരുണ്ട ഘട്ടത്തിൽ നമ്മൾ ATP ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രകാശഘട്ടത്തിൽ ATP രൂപപ്പെടുകയും ഇരുണ്ട ഘട്ടത്തിൽ ATP ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ശരിയായിട്ടുള്ള കൺസെപ്റ്റാണ്. ജലം വിഘടിക്കുന്നത് പ്രകാശഘട്ടത്തിലാണ്. ശരിയല്ലേ, ജലം വിഘടിക്കുന്നത് പ്രകാശഘട്ടത്തിലാണ്. പ്രകാശഘട്ടം കാൽവിൻ സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആണോ? ഇരുണ്ട ഘട്ടമാണ് കാൽവിൻ സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്സിജൻ പുറന്തള്ളുന്നത് ഇരുണ്ട ഘട്ടത്തിലാണ്. ആണോ? ഓക്സിജൻ പുറന്തള്ളുന്നത് പ്രകാശഘട്ടത്തിലാണ്. അപ്പം അതും തെറ്റാണ്. ഓക്സിജൻ പുറന്തള്ളുന്ന പ്രകാശഘട്ടത്തിലാണ്. പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണെന്നാണ്? സിയും ഡിയും ആണ് ശരിയല്ലാത്തത്. സിയും ഡിയും ആണ് ശരിയല്ലാത്തത്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ കൺസെപ്റ്റ് ബേസ് ചെയ്ത് പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ടോപ്പിക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ പഠിച്ചത്. കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചോദ്യം വന്നാലും, ഏത് ടൈപ്പ് ചോദ്യം വന്നാലും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ സയൻസിൽ നമ്മൾ പുലർത്തേണ്ട ഒരു പഠന സ്ട്രാറ്റജി. കാരണം LP UP പോലൊരു എക്സാമിന് സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എടുത്ത് പറയണ്ട. സൈക്കോളജിയേക്കാൾ മാർക്ക് കൂടുതൽ സയൻസിനാണ്. കാരണം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയും കൂടി 25+ അല്ലെങ്കിൽ 26, 27 മാർക്ക് എടുത്ത് നമുക്ക് സയൻസിൽ നിന്നുണ്ട്. അപ്പോൾ സയൻസ് നമ്മുടെ ഏറ്റവും വീക്ക് പോയിന്റ് ആണ് എങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സയൻസിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓരോ സബ്ജക്റ്റിന് നമ്മൾ പഠിക്കേണ്ട സ്ട്രാറ്റജി വേറെയാണ്. അത് ഓരോ രീതിയിൽ തന്നെ നമ്മൾ ആ സബ്ജക്റ്റ് ബേസ് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ എടുത്ത LP UP എന്ന് പറയുന്നത് 2026 അവസാനത്തോടെ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അതിന് മുന്നേ പഠിച്ച് തുടങ്ങുകയാണ് എങ്കിൽ അത്രയും നല്ലത്. കാരണം നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഏരിയ തന്നെയാണ് LP UP. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നേ നിങ്ങളെ എക്സാമിന് മുന്നേ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡൻസ് നൽകുക, നിങ്ങൾക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി നോട്ടുകളും മെറ്റീരിയലെല്ലാം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മുടെ LP UPയുടെ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.